നമ്മളിനി ബോണ്ട് പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ബോണ്ട് പാരാമീറ്റേഴ്സ് കഴിഞ്ഞാൽ ബോണ്ടിന് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ചില ഫാക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ബോണ്ടിനെ റിലേറ്റ് നിൽക്കുന്ന ചില ടേമുകളെ പറ്റിയിട്ട് പഠിക്കുകയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗിവ് ദ ഹെഡിങ് ബോണ്ട് പാരാമീറ്റേഴ്സ്. ബോണ്ട് പാരാമീറ്റേഴ്സ്. അപ്പൊ ബോണ്ട് പാരാമീറ്റർ പഠിക്കുന്ന സമയത്ത് ബോണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ബോണ്ട് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ് ബോണ്ട് ലെങ്ത് എന്നുള്ളത് തന്നെയാണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു നോ അബൌട്ട് വാട്ട് ഈസ് എ ബോണ്ട് ലെങ്ത്. So in the last chapter we have seen about the covalent radii, atomic radius, ionic radii and all. So അപ്പോൾ ബോണ്ട് ലെങ്ത് എന്താണെന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ബോണ്ട് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the center of two bonded atoms. It is the equilibrium distance between the centers of the two atoms which are bonded together. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ദീസ് ആർ ടു ആറ്റംസ്. സോ ഇത് ഒരു ആറ്റത്തിന്റെ സെന്റർ ആണ്, ഇത് മറ്റൊരു ആറ്റത്തിന്റെ സെന്റർ ആണ്. അപ്പൊ ഈ സെന്ററുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ we call it as this is what we meant by the bond length. So this distance is what we are calling as bond length. So it is the equilibrium distance between the centers of two atoms which are bonded together. This is what we are calling as bond length. So നിങ്ങൾ അത് എഴുതി വെക്കുക bond length ന്റെ definition. Bond length means it is the equilibrium distance between the centers of the two atoms which are bonded together. Now ബോണ്ട് ലെങ്ത് നമ്മൾ സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യാറ് രണ്ട് യൂണിറ്റിലാണ്. ഒന്നുകിൽ നമ്മൾ ആങ്സ്ട്രോം എന്നുള്ള യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പൈക്കോമീറ്റർ എന്നുള്ള ടേമിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആങ്സ്ട്രോം എന്നുള്ള ടേം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ചില യൂണിറ്റുകൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ചില മൾട്ടിപ്പിൾസിനൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ആങ്സ്ട്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് 10⁻⁻10 മീറ്റേഴ്സ്. അതേപോലെ 1 പൈക്കോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആങ്സ്ട്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻⁻10 മീറ്റർ. 1 പൈക്കോമീറ്റർ മീൻസ് ഇറ്റ് ഈസ് 10⁻⁻12 മീറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തുമാത്രം ചെറുതായിരിക്കും ആങ്സ്ട്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ. 10⁻⁻10 മീറ്റർ ആണ് 1 ആങ്സ്ട്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ 10⁻⁻12 ആണ് 1 പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ. അപ്പോൾ ആങ്സ്ട്രോമിനേക്കാളും വളരെ ചെറിയ യൂണിറ്റ് ആണ് പൈക്കോ എന്ന് പറയുന്ന പൈക്കോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഈ ഒരു യൂണിറ്റ്സിലാണ് നമ്മൾ ഈ പറഞ്ഞ ബോണ്ട് ലെങ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അതേപോലെ തന്നെ ബോണ്ട് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് the two factors which actually affects the bond length. അപ്പൊ ആ രണ്ട് ഫാക്ടേഴ്സും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറയുന്നത് ബോണ്ട് മൾട്ടിപ്ലിസിറ്റി. ബോണ്ട് മൾട്ടിപ്ലിസിറ്റി എന്താണ് യഥാർത്ഥത്തിൽ ബോണ്ട് മൾട്ടിപ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ it is nothing but it is the number of bonds between two atoms. അപ്പോൾ നമുക്ക് സിംഗിൾ ബോണ്ട് വരാം, ഡബിൾ ബോണ്ട് വരാം, ട്രിപ്പിൾ ബോണ്ട് വരാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ബോണ്ട് മൾട്ടിപ്ലിസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ബോണ്ടിന്റെ ലെങ്ത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് സി സിംഗിൾ ബോണ്ട് സി ഉണ്ട്, സി ഡബിൾ ബോണ്ട് സി ഉണ്ട്, അതേപോലെ സി ട്രിപ്പിൾ ബോണ്ട് സി ഉണ്ട്. സി സിംഗിൾ ബോണ്ട് സി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 154 പൈക്കോമീറ്റർ ആയിരിക്കും. സി ഡബിൾ ബോണ്ട് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 133 പൈക്കോമീറ്റർ ആയിരിക്കും. അതേപോലെ സി ട്രിപ്പിൾ ബോണ്ട് സിയുടെ നോക്കുവാണെങ്കിൽ it comes only 120 picometer. That means when the bond multiplicity increasing, the bond length decreases. And the other point is actually size of the atom. എന്താണ് size of the atom. അപ്പോൾ size of the atom നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇപ്പോൾ ഈ രണ്ട് ആറ്റംസ് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇത് കുറച്ചും കൂടി രണ്ട് വലിയ ആറ്റംസ് ആണ്, ഇത് രണ്ടും ചെറിയ ആറ്റംസ് ആണ്. അപ്പോൾ ചെറിയ ആറ്റംസ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇതാണ് സെന്റർ എന്ന് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ ബോണ്ട് ലെങ്ത് പറയുന്നത്. അപ്പോൾ ആറ്റംസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത്തും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആറ്റംസിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണ്ട് ലെങ്ത്തും ഡിക്രീസ് ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത് when the size of the atom increases, bond length increases. അപ്പൊ അവിടെ എഴുതി വയ്ക്കുക when the size of the atom increases, bond length increases.
bond length increases. Bond length increases. When the size of the atom increases, bond length increases. Okay. So നമ്മളിവിടെ ബോണ്ട് ലെങ്ത്തിൽ അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് ബോണ്ട് ലെങ്ത്? ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ഓഫ് ടു ആറ്റംസ് വിച്ച് ആർ ബോണ്ടഡ് ടുഗദർ. ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബോണ്ട് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് കാണാൻ പോകുന്ന ബോണ്ട് പാരാമീറ്റർ ആണ് ബോണ്ട് എൻതാൽപി. ബോണ്ട് എൻതാൽപി. അപ്പൊ എന്താണ് ബോണ്ട് എൻതാൽപി എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി. Bond dissociation enthalpy, or some people call it as bond dissociation energy. Both are same. Instead of enthalpy, you can use the term energy. So bond dissociation enthalpy എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the amount of energy required to break a particular type of bond in 1 mole of a molecule in the gaseous state. എന്താണ്? It is the പേര് തരാൻ ഞാനിവിടെ എഴുതിയിരിക്കുക. It is the amount of energy. It is the amount of energy required to break a particular bond in 1 mole of a molecule in the gaseous state. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് H2 എന്നുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത്? HH ബോണ്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജി, അപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ മാറും? 2H ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് H will changes to 1H here, 1H here. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 2H എന്ന് പറയുന്നത്. അപ്പോൾ ഈ HH എന്നുള്ള ഈ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ. നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് വെച്ചിട്ടാണ് ഇതിന് പറയുക. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് ഞാൻ ഡെൽറ്റ എച്ച് എഴുതുന്നത്. സോ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ദിസ് വിൽ കം അറൗണ്ട് 435 kJ. അപ്പൊ പ്രത്യേകം ആലോചിക്കുക, ഈ H2 എന്നുള്ള ഗ്യാസ് ഡയാറ്റോമിക് ഗ്യാസ് മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി ഓർ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഓക്കെ, സോ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ്. ഇനി നമ്മൾ എന്തിനെ പറ്റി കാണാം? ഇനി നമുക്ക് ബോണ്ട് എൻതാൽപി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് എഴുതി വെച്ചതിന് ശേഷം ഞാൻ ബോണ്ട് എൻതാൽപി എന്താണെന്നുള്ളത് ഇവിടെ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ബോണ്ട് എൻതാൽപി. Okay, I'm giving a heading as bond enthalpy. So bond enthalpy അല്ലെങ്കിൽ bond energy, രണ്ട് നമുക്ക് enthalpy ആണെങ്കിൽ enthalpy എന്ന ടേം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ energy ആണെങ്കിൽ energy ആയിട്ട് യൂസ് ചെയ്യാം. Bond enthalpy വെച്ച് കഴിഞ്ഞാൽ it is the average amount of energy required to break a particular bond in 1 mole of a molecule in the gaseous state. അപ്പോൾ ഇവിടെ നമുക്ക് it is the amount of energy എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുന്നത്? it is the average amount of energy. അത്രേ വ്യത്യാസമുള്ളൂ. ഇത് നമ്മുടെ ആവറേജ് എന്നാണ് പറയുന്നത്, ഇത് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നില്ല. അപ്പോൾ ആവറേജ് എന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായി? ബോണ്ട് എൻതാൽപി. റിമൈനിങ് സെന്റൻസ് ആർ സെയിം ഫോർ ദ ഡെഫിനിഷൻ ഓഫ് ബോണ്ട് എൻതാൽപി. അപ്പോൾ ഞാനത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ എഴുതി വെക്കുക. it is the average amount of energy required to break a particular bond in 1 mole of a molecule in the gaseous state. അപ്പൊ അതിന്റെ അർത്ഥം എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ആവറേജ് എന്നുള്ള ഒരു ടേം നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ആ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ആവറേജ് എന്നുള്ള ടേം ബോണ്ട് എൻതാൽപിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി ഈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപി എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുക ഡയാറ്റോമിക് ഗാഷ്യസ് മോളിക്യൂളിനെയാണ്. അപ്പൊ വേണമെങ്കിൽ ഡെഫിനിഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ വരുത്താം. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് എ പെർട്ടിക്കുലർ ബോണ്ട് ഇൻ 1 mole of a diatomic molecule in the gaseous state. അങ്ങനെ പറയുന്നതിൽ വിരോധമില്ല. അപ്പൊ ഞാനത് കൺഫ്യൂസ് ചെയ്യേണ്ട വെച്ചിട്ടാണ് അത് എഴുതാതിരുന്നത്.
അപ്പോ ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ H2Cl2Br2 ഇതൊക്കെ എന്താണ് ഡയാറ്റോമിക് ആണ്. അപ്പൊ അത്തരം ആളുകളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിയാണ് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിട്ട് പറയുന്നത്. പക്ഷെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ആവറേജ് എമൗണ്ട് ഓഫ് എനർജി എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് വാട്ടർ. നമുക്ക് വാട്ടർ എന്താണ്, വാട്ടറിന്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന യൂസ് ചെയ്യുന്ന ടേമാണ് H2O. അപ്പൊ H2O എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ദിസ് ഈസ് H2O. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ രണ്ട് ഒരേപോലത്തെ ഒന്നിൽ കൂടുതൽ ബോണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ നോക്കുക, OH എന്നൊരു ബോണ്ട് ഇവിടെ ഉണ്ട്, OH എന്നൊരു ബോണ്ട് ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേപോലത്തെ ഒന്നിൽ കൂടുതൽ ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഒരേപോലത്തെ രണ്ട് ബോണ്ട് ഉണ്ട് ഇവിടെ, OH. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ഇഷ്ടം, ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എനർജി കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇത് പുറത്തേക്ക് ആദ്യം H+OH. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട്, ഈ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിനെ നമ്മൾ എനർജി ഫോർ എക്സാമ്പിൾ അത് 490 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കുക. 490 കിലോ ജൂൾ ആണെന്ന് വിചാരിക്കുക. ഇനി അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു OH നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, O+H എന്ന് കിട്ടും. അപ്പൊ ഇതിന് വേണ്ടി വരുന്ന എനർജി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 435 കിലോ ജൂൾ ആയിരിക്കും. അപ്പോ ഇനിയാണ് ഞാൻ പറയുന്ന ടേം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ബോണ്ട് എൻതാൽപ്പി, അപ്പൊ ഇതിന് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയില്ല, ഇതിന് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇതിന് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്? കാരണം ഒരേ ടൈപ്പിലുള്ള ഒന്നിൽ കൂടുതൽ ബോണ്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്നുള്ള ടേം യൂസ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ആവറേജ് കണ്ടുവരിക. അപ്പൊ നമ്മൾ നോക്കുക, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യം വന്ന എനർജി ഇതാണ്. അതിനുശേഷം രണ്ടാമത് അടുത്ത OH ബോണ്ടിന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്ന എനർജി എന്ന് പറയുന്നത് 435. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ആവറേജ് എടുക്കണം. 490 + 435 divided by 2. Okay, 490 by 435 divided by 2. And that will almost come some 460, approximately some 460 ഒക്കെ കിട്ടും. അത് എത്ര ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ആവറേജ് എടുക്കുക നമ്മൾ 490 + 435 divided by 2. ഇത്രയും കിലോ ജൂൾ ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ ആ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യഥാർത്ഥത്തില് ബോണ്ട് എൻതാൽപ്പി ആയിട്ട് നമ്മൾ പറയുന്നത്. ഇറ്റ് ഓൾമോസ്റ്റ് കം സം 460 കിലോ ജൂൾ ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഞാനത് എഴുതിയിട്ടില്ല. ഇൻസ്റ്റന്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൈനൽ ആൻസർ എഴുതാതെ ഇങ്ങനെ തന്നെ കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങളത് ഓർത്തിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോണ്ട് എൻതാൽപ്പി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ തേർഡ് പാരാമീറ്റർ ആയിട്ട് കാണാൻ പോകുന്നത് ബോണ്ട് ഓർഡർ ആണ്. ബോണ്ട് ഓർഡർ. അപ്പൊ എന്താണ് ബോണ്ട് ഓർഡർ എന്നാണ്? അപ്പോൾ according to the Lewis description of covalent bond, the bond order is nothing but it is the number of bonds between two atoms. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാറ്, X സിംഗിൾ ബോണ്ട് X. O2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതാ O ഡബിൾ ബോണ്ട് O. N2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാ N ട്രിപ്പിൾ ബോണ്ട് N. അപ്പോ H2 എന്ന് പറയുമ്പോൾ അതിന്റെ ബോണ്ട് ഓർഡർ 1 ആണ്. O2 എന്ന് പറയുമ്പോൾ അതിന്റെ ബോണ്ട് ഓർഡർ 2 ആണ്. N2 എന്ന് പറയുമ്പോൾ അതിന്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. So bond order is nothing but it is the number of bonds between two atoms. അപ്പോൾ O2 നെ സംബന്ധിച്ച് 2ഉം N2 നെ സംബന്ധിച്ച് 3ഉം ആണ്. H2 നെ സംബന്ധിച്ച് അത് 1 ആണ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, when the bond order increases the bond length decreases and the stability of the molecule will increase. Okay, now the third parameter is bond angle. ഇപ്പൊ എന്താണ് ബോണ്ട് ആംഗിൾ എന്നുള്ളത്? അപ്പൊ ഞാൻ ആദ്യം ഡെഫിനിഷൻ എഴുതി തരാം. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ the orbitals containing the bonding electrons around the central atom in a molecule. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ
angle between the orbitals containing the bonding electrons around the central atom in a molecule. So ഇതിനാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ 4 ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് കണ്ടു. ബോണ്ട് ലെങ്ത് എന്താണെന്ന് കണ്ടു, ബോണ്ട് എൻതാൽപ്പി എന്താണെന്ന് കണ്ടു, ബോണ്ട് ഓർഡർ എന്താണെന്ന് കണ്ടു. Now we have seen the bond angle. So hope you understand this. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ റിപ്പൾഷൻ തിയറി. We simply call it as VSEPR. So വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഈ ചാപ്റ്ററിലെ VSEPR തിയറി എന്ന് പറയുന്ന ഈ സെക്ഷൻ. So this theory is proposed by Sidgwick and Powell in 1940s. So let us check what is it included in our VSEPR theory. So give the heading valence shell electron repulsion theory. So basically this theory helps us to understand the shape of simple molecule. So the shapes of some molecules are able to predict it by the help of VSEPR theory. Okay, so we have to check out the important statements of VSEPR theory. So the first statement says that the shape of a molecule is based upon the number of valence shell electron pairs present in the central atom. The shape of the molecule is determined by the number of electron pairs present in the valence shell of the central atom. സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയർസ് ആണ് മോളിക്യൂളിൻ്റെ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നിങ്ങളത് എഴുതി വയ്ക്കുക. ദ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ അല്ലെങ്കിൽ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് പ്രസൻറ്റ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ദ സെൻട്രൽ ആറ്റം. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദീസ് ഇലക്ട്രോൺ പെയർസ് പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ദ സെൻട്രൽ ആറ്റം റിപ്പൽസ് ഈച്ച് അതർ. So in order to minimize this repulsion, these electron pairs stays apart as far as possible to attain stability or to minimize the repulsion. അപ്പോൾ എന്താണ് പറഞ്ഞത്? These electron pairs which are present in the valence shell of the central atom, they repels each other. Why it is repelling each other? Because the electron pair, they repel each other because of the same charge. Because the electrons will have a negative charge, so these two negative charges repel each other when they come closer to each other. That means these electron pairs repels each other, and to reduce this repulsion, these electron pairs stays maximum apart to reduce the repulsion or to attain the maximum stability. This is the second statement involved in the VSEPR. Now the third statement is very important. Okay, so all the statements are important, but remember it. The third statement is the multiple bonds are treated as it is a single electron pair. That means the multiple bonds are treated as a single electron pair. So you will be coming to understand the VSEPR if I started the examples based upon this. Okay, so the multiple bonds are treated as, that means the double bond, triple bond, they are treated as a single electron pair. And the last statement is the repulsive interaction, അല്ലെങ്കിൽ the repulsion between the two lone pairs is different from that of two bond pairs and that of one lone pair and one bond pair. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും 3 ടൈപ്പിലുള്ള ഇലക്ട്രോൺ പെയർസ് ഉണ്ടാവും. ബോണ്ട് പെയർസ് ഉണ്ടായിരിക്കും, ലോൺ പെയർസ് ഉണ്ടായിരിക്കും. അപ്പോൾ 2 തരത്തിലുള്ള ആളുകളാണ്, 3 അല്ല 2 തരത്തിലുള്ള പെയർസ് ആണുള്ളത്. ബോണ്ട് പെയർസും ഉണ്ടായിരിക്കും, ലോൺ പെയർസും ഉണ്ടായിരിക്കും. സോ വാട്ട് ദ സിഡ്ജ്വിക് ആൻഡ് പോവൽ ഈസ് ടെല്ലിംഗ് ഈസ് the repulsive interaction between two lone pairs is different from that of two bond pairs and a bond pair and a lone pair, and the decreasing order of this repulsion is as follows. So lone pair will repel more when compared with
lone pair and bond pair, and which is comparing with the bond pair and the bond pair. So the least repulsion is the case with the bond pair and bond pair, and the maximum repulsion is with the lone pair and the lone pair. Okay, so these are the important statements of BSEPR theory. So you can refer your textbook for the statements and you can write into your notebook. Okay, now we are going to discuss about the shape of molecules. അപ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റത്തിലെ ലോൺ പെയർ ഉള്ള കേസുണ്ട്, സെൻട്രൽ ആറ്റത്തിലെ ലോൺ പെയർ ഇല്ലാത്ത കേസുണ്ട്. അപ്പോൾ ബോണ്ട് പെയർ മാത്രമുള്ള കേസാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ CH4 ഇപ്പോൾ CH4 എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് കാർബണിന്റെ ചുറ്റും എന്തില്ല, ലോൺ പെയർസ് ഒന്നുമില്ല. അപ്പൊ ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസ് മാത്രമാണ് ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് whose central atom has no lone pairs. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളൊരു ടേബിൾ ഇതുപോലെ വരയ്ക്കുക, വരച്ചിടുക. 3 കോളായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഇതിലെ ആദ്യത്തെ കോളം നിങ്ങൾ കൊടുക്കേണ്ടത് നമ്പർ ഓഫ് ബോണ്ട് പെയർസ്, കാരണം ഇവിടെ എന്തില്ല, ലോൺ പെയർ ഇല്ലാത്ത കണ്ടീഷനാണ് പറയുന്നത്. ഇനി ഇതിന്റെ ജോമെട്രി അല്ലെങ്കിൽ യു ക്യാൻ ഗീവ് ഇറ്റ് ആസ് സ്ട്രക്ചർ ഓർ ഷേപ്പ് ഓർ ജോമെട്രി നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. And the third column represents the examples. So examples for our for the concerned geometry. So ആദ്യത്തെ ഞാൻ പറയാം. ആദ്യ നമ്പർ ഓഫ് ബോണ്ട് പെയർസ് 2, പിന്നെ നമ്പർ ഓഫ് ബോണ്ട് പെയർസ് 3, പിന്നെ നമ്പർ ഓഫ് ബോണ്ട് പെയർസ് 4, പിന്നെ നമ്പർ ഓഫ് ബോണ്ട് പെയർസ് 5, then the number of bond pairs 6, then the number of bond pairs 7. Okay. So നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ 2 ബോണ്ട് പെയർ ഉള്ള അവസ്ഥയിൽ നമ്മുടെ ജോമെട്രി അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ലീനിയർ ഷേപ്പ് അല്ലെങ്കിൽ ലീനിയർ ജോമെട്രി ആയിരിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് BeCl2 or BeF2. സോ ഈ ഒരു BeCl2 അല്ലെങ്കിൽ BeF2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തില്ല, സെൻട്രൽ ആറ്റം ഇവിടെ ബെറീലിയാണ്. ഒരാളുള്ളതാണ് സെൻട്രൽ ആറ്റം, ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ സെൻട്രൽ ആറ്റമായിട്ട് കണക്കാക്കില്ല. അപ്പൊ ബെറീലിയാണ് ഇവിടെ സെൻട്രൽ ആറ്റം. അപ്പൊ ബെറീലിയത്തിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ബെറീലിയത്തിന് ചുറ്റും എന്തില്ല, ബോണ്ട് പെയർസ് മാത്രമേ ഉള്ളൂ, ലോൺ പെയർസ് ഒന്നും തന്നെ ഇല്ല. അതിപ്പോ BeCl2 BeF2 എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് 3 ബോണ്ട് പെയർ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാർ. അപ്പൊ ട്രയഗണൽ പ്ലാനാർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നുള്ളതല്ലേ. ഫോർ എക്സാമ്പിൾ BF3, അതേപോലെ AlCl3, ഇതൊക്കെയാണ് എക്സാമ്പിൾ. അപ്പൊ എങ്ങനെയാണ് BF3 നിൽക്കുന്നത്, ഇത് B ഇവിടെ ഫ്ലോറിൻ, ഇവിടെ ഒരു ഫ്ലോറിൻ, ഇവിടെ ഒരു ഫ്ലോറിൻ. രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ജോയിൻ ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടുന്നില്ലേ. അപ്പൊ അതിനാണ് ട്രയാഗണൽ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 ഫ്ലോറിനും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ട്രയാഗണൽ പ്ലാൻ ആണ്. ഇനി 4 എണ്ണം ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളതാണ് ഷേപ്പ് ഓഫ് ദി ജോമെട്രി ഇറ്റ് കണ്ടെയ്ൻസ് 4 ബോണ്ട് പെയർസ്. അങ്ങനെ 4 ബോണ്ട് പെയർസ് ഉണ്ടെങ്കിൽ നമ്മുടെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ ആണ്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, ടെട്രാഹീഡ്രൽ. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, CH4 നമ്മുടെ മീഥേൻ, അതേപോലെ തന്നെ SiF4, ഇതൊക്കെ ടെട്രാഹീഡ്രലാണ്. അപ്പൊ ടെട്രാഹീഡ്രൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ ഷേപ്പ് വരുന്നത്, ഞാനിവിടെ സൈഡിൽ വരച്ച് കാണിച്ചു തരാം. ഇത് കാർബൺ ആയിരിക്കും, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. എല്ലാം ഇക്വിഡിസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെട്രാഹീഡ്രൽ ഷേപ്പ് കിട്ടും. ഓക്കെ, സോ ഇവിടെ നടുവിൽ കാർബൺ, ഇതൊരു ഹൈഡ്രജൻ, ഇത് മറ്റൊരു ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ. അപ്പൊ 4 ബോണ്ട് എന്താണ്, ഹൈഡ്രജൻ ആണ് ഇവിടെ ഫോം. അപ്പൊ 4 ബോണ്ട് പെയർ ആണ്, ഇതില്ലാതെ ലോൺ പെയർ ഇല്ല. അപ്പൊ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ബോണ്ട് ആംഗിൾ ഇൻ ദ ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ഈസ് 109 ഡിഗ്രി 28 മിനിറ്റ്. അപ്പൊ ഇതിനാണ് നമ്മൾ ടെട്രാഹീഡ്രൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ, ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെട്രാഹീഡ്രൽ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് മീഥേൻ, SiO4 ഒക്കെ. ഇനി നമ്മൾ പറയുന്നത് 5 ബോണ്ട് പെയർ ആണ്. 5 ബോണ്ട് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പറയാ ട്രയഗണൽ ബൈപിരമിഡൽ ട്രയോഗണൽ ബൈപിരമിഡൽ. അപ്പൊ ട്രയോഗണൽ ബൈപിരമിഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് PCl5 ആണ് നമ്മൾ എടുക്കുക. PCl5, അതേപോലെ SbCl5. SB എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിമണിയാണ്. അപ്പോ ഇവിടെ ഫോസ്ഫറസ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു Cl ലേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഒരു Cl ലേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഒരു Cl ലേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഫോം എ ട്രയാങ്കിൾ. ഇനി 2 ബോണ്ട് ആക്സിയൽ ആയിട്ടുണ്ടായിരിക്കും, ഒരെണ്ണം മേലേക്ക് ഒരെണ്ണം താഴേക്കും. അപ്പൊ ഇതിനെ ഈ ഒരു ബോണ്ടുകളെ നമ്മൾ വിളിക്കുക ഇക്വറ്റോറിയൽ ബോണ്ട് എന്നും, ഇങ്ങനെ ആക്സിയൽ ആയിട്ട് നിൽക്കുന്ന ആക്സിയൽ ബോണ്ട് എന്നാണ് വിളിക്കുക. അപ്പൊ ഇത് നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് കഴിഞ്ഞാൽ ഇതെന്താണ് ട്രയാഗണൽ ബൈപിരമിഡൽ. ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ബേസ്, മേലെ ഒരാള് താഴെ ഒരാള്, ഇതിനാണ് നമ്മൾ ട്രയാഗണൽ ബൈപിരമിഡൽ എന്ന് വിളിക്കുന്നത്. ട്രയാഗണൽ ബൈപിരമിഡൽ. അതിന്റെ എക്സാമ്പിൾ ആണ് PCl5, SbCl5. ഇനി നമുക്ക് 6 പേര് ബോണ്ട് പെയർ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടാഹീഡ്രൽ. നിങ്ങൾ ഈ ടേബിൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒക്ടാഹീഡ്രൽ ആണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് SF6 എന്ന് കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റം സൾഫറും, പിന്നെന്താ ഉള്ളത്, ബാക്കി 6 പേരും ആരാണ്? ഫ്ലൂറിൻ. അപ്പൊ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ സൾഫർ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഫ്ലൂറിൻ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഫ്ലൂറിൻ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഫ്ലൂറിൻ ഉണ്ടായിരിക്കും, ആൻഡ് ഇവിടെ ഒരു ഫ്ലൂറിൻ ഉണ്ടായിരിക്കും. ഇനി ഒരു ഫ്ലൂറിൻ നേരെ മേലെ ആയിരിക്കും, മറ്റൊരു ഫ്ലൂറിൻ നേരെ താഴെ ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ. അപ്പൊ ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ, 4 കോർണർ ഓഫ് ദ സ്ക്വയറിൽ എന്താണ്? ഫ്ലൂറിൻ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നതാ, ഇവിടെയാണ് ഫ്ലൂറിൻ താഴെ വരച്ചത്. ക്ലിയർ ആയില്ലെങ്കിൽ ഇതാണ്, ഇവിടെയാണ് ഫ്ലൂറിൻ നിൽക്കുന്നത്. പിന്നെ ഒരു ഫ്ലൂറിന് ഇവിടെയാണ്, ഇതാ കണ്ടോ, ഇവിടെയാണ് ഒരു ഫ്ലൂറിൻ. പിന്നെ ഒരു ഫ്ലൂറിന് ഇവിടെയാണ്, പിന്നെ അടുത്തത് ഇവിടെ, പിന്നെ അടുത്തത് ഇവിടെ, കണ്ടില്ലേ? അപ്പോ നിങ്ങൾ ഇത് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് കൃത്യം ഒരു സ്ക്വയർ ആയിട്ട് കിട്ടും. അത് ഞാൻ ഡോട്ടർ ലൈനാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ബോണ്ടാണ് ഞാൻ കറക്റ്റ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ആര് തമ്മിലാണ് ബോണ്ട് അതാണ് ഞാൻ കറക്റ്റ് ലൈനായിട്ട് കാണിക്കുന്നത്. അതായത് ഡാഷ് അല്ലാണ്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണിക്കുന്ന ബോണ്ടാണ്. അപ്പൊ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 7 ബോണ്ട് പെയർ വരികയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുക പെന്റഗണൽ ബൈപിരമിഡൽ. അപ്പൊ എന്താണ് ഈ പെന്റഗണൽ ബൈപിരമിഡൽ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആദ്യം പറഞ്ഞേക്കാം. IF7 ആണ് എക്സാമ്പിൾ. IF7. അപ്പൊ പെന്റഗണൽ ബൈപിരമിഡൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു പെന്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡ് റിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പെന്റഗൺ എന്ന് പറയാ. 5 സൈഡ് റിംഗ് ആണ് പെന്റഗൺ. അത് നിങ്ങൾക്ക് അറിയണ്ടാവുന്ന വിചാരിക്കുന്നു. സോ ഞാൻ കറക്റ്റ് വരച്ചിട്ട് തരാം, ശ്രദ്ധിക്കുക. ഇതാണ് പെന്റഗൺ എന്ന് പറയുന്നത്. അപ്പൊ നടുവിനകത്ത് ആരുണ്ടായിരിക്കും? നമ്മുടെ സെൻട്രൽ ആയിട്ടുള്ള അയോഡിൻ ഉണ്ടായിരിക്കും. ഇത് ഓരോ കോർണറിലും ആരുണ്ടായിരിക്കും? ഫ്ലൂറിൻ ഉണ്ടായിരിക്കും. ഓരോ കോർണറുകളിലും ഫ്ലൂറിൻ. ഇനി അയഡിന്റെ മുകളിൽ ഒരു ഫ്ലൂറിൻ, അയഡിന്റെ താഴെ ഒരു ഫ്ലൂറിൻ. അപ്പൊ ഈ ഒരു പെന്റഗൺ വരച്ചേക്കുന്നത് ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ലൈനിൽ കാണിച്ചേക്കുന്നത് ബിക്കോസ് അവര് ശരിക്കും F തമ്മിൽ ബോണ്ടില്ല. അതൊക്കെ എന്താണ് നമ്മൾ ഇമാജിനറി ലൈൻ വരച്ചേക്കണാണ്. എന്താണ് പെന്റഗൺ ഷേപ്പിലാണ് കാണിക്കാൻ. ബോണ്ട് തമ്മിൽ ആര് തമ്മിലാണ്? ഓരോ അയഡിനും തമ്മിലാണ് എന്തുള്ളത്? ബോണ്ട് ഫോം ചെയ്തേക്കണം. അയഡിനും ഫ്ലൂറിനും തമ്മിലാണ് എന്ത് ഫോം ചെയ്തേക്കണം? ബോണ്ട് ഫോം ചെയ്യണം. അങ്ങനെ ഒരു അയഡിൽ നിന്ന് 7 ഫ്ലൂറിനിലേക്ക് ബോണ്ട് ചെയ്യുമ്പോൾ ഇത് എന്ത് ജോമെട്രിയിൽ നിൽക്കുന്നതാണ് പറയുന്നത്? പെന്റഗണൽ ബൈപിരമിഡൽ. അപ്പൊ ഇതിനകത്ത് അയഡിന്റെ ചുറ്റും എന്തില്ല? ലോൺ പെയർസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെ എന്താണ്? ബോണ്ട് പെയർസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാം ബോണ്ട് പെയർസ് ആണ്. കണ്ട, ഒരു ബോണ്ട് ഇവിടെ, ഒരു ബോണ്ട് ഇവിടെ, ഒരു ബോണ്ട് ഇവിടെ. അപ്പൊ 1 2 3 4 5 6 ഒരെണ്ണം താഴെ 7. അതേപോലെ നേരത്തെ ഒക്ടാഹീഡ്രൽ കണ്ടത് അങ്ങനെ തന്നെ. സൾഫർ മുകളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം, പിന്നെ 4 കോർണറുകളിൽ. അപ്പൊ അതാണ് പറഞ്ഞാൽ 6 എന്താണ്? ബോണ്ട് പെയർസ് ആണ്. ഇതിനകത്ത് എന്തില്ല? ലോൺ പെയർസ് ഇല്ല. അപ്പോ this statement shows the geometry of molecules whose central atom contains no lone pairs. അപ്പോൾ വെരി ഇമ്പോർട്ടന്റ് ടേബിൾ, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, അടുത്ത സെഷനിൽ നമ്മൾ അടുത്ത ടേബിൾ കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർസ് ഉണ്ടെങ്കിൽ ഈ സ്ട്രക്ചറിനും ഈ ജോമെട്രിക്കൊക്കെ എന്ത് മാറ്റമാണ് സംഭവിക്കുക, അതാണ് നമ്മൾ ഇനി അടുത്ത സെഷനിൽ കാണാൻ പോകുന്നത്. സോ ബൈ ദിസ് സെഷൻ ഐ ആം എൻഡിങ് അപ്പ്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ.
this table, and it is very important study.